ഞാനും നിങ്ങളും മനസ്സിലാക്കി വച്ചിരിക്കുന്ന ചിന്തയിലെ ആദ്യത്തെ തെറ്റ്, ഈ ടി ആകൃതിയിലെ കുരിശ് അപ്പാടെ ചുമക്കുന്ന ഒരു ശിക്ഷണ രീതി ചരിത്രത്തിൽ ഇല്ല. പിന്നെ എങ്ങനെ പറയാം? ശിക്ഷണ നടപടി ആരംഭിക്കുന്നു. അപ്പോൾ ക്രൂശിൻ്റെ 2 ഭാഗങ്ങളും സജ്ജീകരിച്ചിരിക്കണം. വിലങ്ങനെയുള്ള ഒരു തടിക്കഷണം, കുത്തനെയുള്ള മറ്റൊരു തടിക്കഷണം. ഈ വിലങ്ങൻ തടിക്കഷണം ഹറിസോണ്ടൽ, ആ തടിക്കഷണം കുറ്റവാളിയുടെ അരികിൽ കൊണ്ട് ആചാരപൂർവം പടയാളികൾ പിടിച്ചു വെക്കണം. വിലങ്ങനെയുള്ളൊരു തടിയുണ്ട്, അതിൻ്റെ പേര് കൂടി പറയാം, സിംപ്ലക്സ് എന്നാണ്. ഈ സിംപ്ലക്സ് എന്നറിയപ്പെടുന്ന തടി 3-4 ചുമട്ടുകാർ ചേർന്ന് ഈ തടിയാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് ഇവിടെ നിന്ന് തോളിലെറ്റിക്കൊണ്ട് വളരെ ദൂരത്തിൽ എവിടെയാണോ ക്രൂശീകരണ സ്ഥലം അവിടെ കൊണ്ടെത്തിക്കണം. അവിടേക്ക്, ഈ നിർദ്ദിഷ്ട സ്ഥലത്തേക്ക് അപ്പോൾ ആർക്കും പ്രവേശനമില്ല. ഇവരവിടെ ചെന്ന് ഈ ക്രൂശിൻ്റെ ആദ്യത്തെ തടി എത്തിച്ചു എന്നറിഞ്ഞിട്ട് വേണം 2ാമത്തെ തടി അവിടെ എത്താൻ. 2ാമത്തെ തടിയുടെ പേര്, അതാ വിലങ്ങൻ തടിക്ക് പറയുന്ന പേര് പാറ്റിബുലം എന്നാണ്. PATIBULAM. ഈ തടി കുറ്റവാളിയുടെ തോളിലേക്ക് വെക്കണം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അത് ഞാനും നിങ്ങളും കണ്ടുപഠിച്ച ചതുരവടിവിൽ പണിയെടുത്ത് ഭംഗിയാക്കിയ ഒരു മനോഹര കുരിശൊന്നുമല്ല. ആ തടി അപ്പാടെ വെട്ടിയെടുത്ത് അദ്ദേഹത്തിൻ്റെ തോളിൽ ഇങ്ങനെ വിലങ്ങനെ വച്ചിട്ട് കൈ 2ഉം അതോട് ചേർത്ത് ബന്ധിക്കും. എന്നിട്ട് ഈ മനുഷ്യനെ നിർദ്ദിഷ്ട സ്ഥലം വരെ ചാട്ടവാറിന് തല്ലി കൊണ്ടുപോവുകയാണ്. ഈ തല്ല് ഒരിക്കലും ഒരാചാരത്തിൻ്റെ ഭാഗമായി ചെയ്യുന്നതല്ല, മറിച്ച് ഇയാൾ ക്ഷീണിതനായി വഴിയോരത്ത് വീണുപോകുകയോ അതല്ല എങ്കിൽ അനുസരണക്കേട് കാണിക്കുന്നുവോ എന്ന് ബോധം വന്നാൽ ഒരു കാളയെ തല്ലി ആ വണ്ടി ഓടിക്കുന്നവൻ നേരെ കൊണ്ടുവരും പോലെ തല്ലി ഈ ആളിനെ അവിടെ കൊണ്ടുചെല്ലണം. ഒന്നുകൂടിയുണ്ട്, നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ ക്രൂശീകരണം പൂർത്തിയായിരിക്കണം, അല്ലെങ്കിൽ ചുമതലയുള്ള റോമൻ സൈനിക മേധാവിയുടെ പേരിൽ ശിക്ഷ വരും. കാരണം റോം കടുകട്ടിയായ നിബന്ധനകളുടെ സ്ഥലമാണ്. ഇന്ന് രാജ്യത്ത് പ്രവർത്തിക്കുന്ന പല കോടതികളുടെയും ഭാഷ റോമൻ ഭാഷയാണ്, ലാറ്റിൻ ഭാഷയാണ്. നമ്മൾ കേട്ടിരിക്കുന്ന കോടതി വ്യവഹാരങ്ങളൊക്കെ ലാറ്റിൻ ശബ്ദമാണ്.